നോക്കിയാലോ അത് എന്റെ വിഷയം കേട്ടോ. അതെ, നിങ്ങൾ ഇങ്ങനെ റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ പോണം, മനസ്സിലായോ? ഇനി നിങ്ങൾ നിങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങൾ വീഡിയോമിന്റെ കേസ് ഇട്ടുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളാണ് ആദ്യം നമ്മളെ എഡോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ UK ഗ്യാങ് ഹൗസിന്റെ അവിടുന്ന് ഇടിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് നിങ്ങൾ അടിച്ചു വന്നു. ഒന്നാമത്തെ വീഡിയോ. അതെ, അടിച്ചു വന്നു. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് UK ഗ്യാങ് ഹൗസ് കഴിഞ്ഞിട്ട് ഒരു വളവുണ്ട്. ആ വളവിന്റെ അവിടെ എന്നെയും എന്റെ കൂടെയുള്ള ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. അവനെ കൊല്ലും ചെയ്ത് അവൻ വണ്ടീന്റെ പിന്നിലേന്ന് അവനെ കൊല്ലും ചെയ്ത് എന്നെ ഇടിച്ച് ഞാൻ റിവ് ആയി. ഓക്കെ ഞാൻ റിവ് ആയി. ഓക്കെ, അവിടെ എന്റെ വീഡിയോ ആയി. അതിന് മുന്നേ യുകെയുടെ അവിടെ വെച്ച് നിങ്ങൾ ആരെയും വീഡിയോ ചെയ്തിട്ടില്ല? ഇല്ല. അതിന് നിങ്ങൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങളിങ്ങനെ പുണ്യാളന്മാര് ആയാലെങ്ങനെ ശരിയാവും ബ്രോ? അല്ല, തന്നെയല്ലേ ഞാനും മാന്യം തന്നെയല്ലേ സംസാരിക്കണേ? ഞാനും മാന്യായിട്ടല്ലേ സംസാരിക്കണേ? ഞാനും മാന്യത തന്നെയല്ലേ കാണിക്കണേ? മൂന്നാൾക്കാരും കൂടി സംസാരിക്കും. ഏത് വണ്ടി ബ്രോ? വണ്ടി ഇടിക്കണത് വീഡിയോ അല്ല. ഓക്കെ, സാബു ബ്രോ, ലൈക്ക് വീഡിയോ ഒക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അത് നീ അതിന്റെ കണക്കെടുക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളിപ്പോ എന്തോ വന്ന് പ്രീവാറിന് പുഴുത്ത്, അത് നിങ്ങൾ ഇപ്പൊ നീ അത് പറഞ്ഞാലും നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ പുഴുക്കുകയോ അത് സമ്മതിച്ചു. നിങ്ങൾ വീഡിയോമിനകത്താണ് പുഴുത്തെ, നിങ്ങൾ അല്ലായിരുന്നെങ്കിൽ ജയിച്ചേനെ. കഴിഞ്ഞ്. അപ്പൊ അടുത്ത പറഞ്ഞു, നീ ബാക്കി പറഞ്ഞു. ബാക്കി പറഞ്ഞു. വാറ വിളിക്കുമ്പോ നിങ്ങൾ ഗണ്ണെടുത്ത് വേണം അടിക്കാൻ. ഓക്കെ സാർ. ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ സംസാരിക്കടാ, എല്ലാം കൂടെ കണക്കണ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരുത്ത സംസാരിക്കടാ, നീ ഒരുത്ത സംസാരിക്കടാ. നിങ്ങളുടെ വാറ് വിളിച്ചു. നിങ്ങൾ മീറ്റിംഗ് വിളിക്കുമ്പോ ഒന്നെങ്കിൽ വാറ് വിളിക്കാൻ അന്നേരം കണ്ടടിക്കാതിരിക്കണല്ലോ, കൈ കൂപ്പിയിരിക്കണം. അന്നേരം കണ്ട സല്യൂട്ട് അടിക്കണം. പേടിപ്പിക്കണം. നിങ്ങളെപ്പോ വിളിക്കും ബ്രോ? ഹലോ, അന്ന റെഡി ആവാൻ എത്ര ടൈം എടുക്കണം? 15 മിനിറ്റ് റെഡി ആവുകയാണ്. 15 മിനിറ്റ്. ഇവനൊക്കെ ഏതാടാ തീട്ട? ഞാൻ ഇത് ഫൈനൽ വാണിക്കാൻ നിനക്ക് ഇവിടെ മീറ്റിംഗിന് വന്ന് ബാക്കിയോട് സംസാരിക്കുന്ന ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വല്ല വീട്ടിനകത്ത് പോയിരുന്ന് ഡ്രസ്സ് ഊരിട്ട് മാറ്റി സാമാനം ഉരച്ചിട്ട് സംസാരിച്ചോണം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് എന്തുവാടാ അത്? ഒരു ഗാങ് മെമ്പറിനോട് അത് പുറത്ത് വരേണ്ട സാധനമല്ലേ ഇപ്പൊ അവൻ കാണിച്ച്? സ്വന്തം ഗാങ് മെമ്പറിന്റെ അടുത്ത് എന്താണെങ്കിലും പുറത്ത് VC പറയേണ്ട സാധനമായിരുന്നത്. അവിടെ പോകണ്ടായിരുന്നു. ഓക്കെ, ആരെ വിളിക്കും?